നമുക്ക് നല്ല വേണം. കെട്ടിപ്പിടിക്കാൻ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ നിലത്തേക്കില്ല. ശരി, മൈൻഡ് വേറെ എത്തിക്കായിരിക്കും. ആ ദിവസം റാസ്കൽ ഒത്തിരി തല്ലിന്ന് കേട്ടു. അതെയോ? കള്ളു കുടിച്ചതുകൊണ്ട് എനിക്ക് ബോധം നശിച്ചിട്ടില്ല. റോബിന്റെ ഓരോ തുള്ളി ബ്ലഡിന് ഞാൻ പറഞ്ഞു ചോദിക്കും. അതെയാ? ഫെലിക്സ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി. അതിന് ആന്റണിക്കെന്താ? ഞങ്ങളുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയാം. എനിക്കതൊന്നും അറിയണ്ട. ഇപ്പൊ കാശ് തരണം. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഫെലിക്സിനെ വെറുതെ വിടില്ല. I will kill him or he will kill me. അതൊക്കെ പിന്നെ ഇപ്പൊ കുടിച്ചതിന് കാശ് തന്നേച്ചു. ഞാൻ മറന്നുപോയിട്ടല്ല, അവനെ കൊന്നേച്ച് വന്ന് ഞാൻ നിനക്ക് കാശ് തരാം. ഓക്കെ? എനിക്കിന്ന് കണക്ക് കൊടുക്കാനുള്ള ഇന്ന് സയൻസ് കൊടുക്കും. കാശ് തന്നേച്ചു പോകാണെന്നേ. തന്തയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നേരെ പോയി വളർത്തണം. ഞാൻ പോയിട്ട് പിന്നെ വരാം. അവനോട് പറഞ്ഞേക്കണം സിനിമയിലെ പോലെ വലിയ ഹീറോസ് ഒന്നും കാണിക്കണ്ടെന്ന്. കടൽക്കാക്കയുടെ പത്തേമാരി കണ്ടില്ലല്ലോ. ആന്ധ്രോത്തിന് ചരക്ക് കയറ്റുന്നുണ്ടായിരുന്നു. മിക്കവാറും ഇങ്ങെത്തും. കടല് കനിഞ്ഞ അങ്ങേര് വന്നാ പിന്നെ പോകുന്നത് വരെ ഉത്സവമാ. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തെ പുകിലേ ആളൊരു ദേഷ്യക്കാരനാ, എങ്കിലും സ്നേഹമുള്ളവനാ. പിണങ്ങിയ കാലനും. ഇവിടെ ഇരുന്ന ശരിയാകില്ല. എസ് അദ്ദേഹം ചിലപ്പോ കറങ്ങി അടിച്ചിതിലേ വരും. ആളൊരു കടുവയാ. എന്താ അവിടെ ഒറ്റമ്പളൊക്കെ? എന്താ എന്തെങ്കിലും ഓടുന്നുണ്ടല്ലോ? എന്താ ഇത്? എന്താണോ തനിക്കും ഹാലിളകിയ? കടൽക്കാക്കന്റെ പത്തേമാരി വരുന്നുണ്ട്. ഒരു 4 ദിവസം മുമ്പെങ്കിലും എനിക്ക് ലീവിലെത്താൻ കഴിഞ്ഞെങ്കിലോ ആ സന്തോഷം കൊണ്ട് ഓടുന്നു. കല്യാണം കഴിക്കാനുള്ള ഓന്റെ ഒരു തിടുക്കേ. ഒരാഴ്ചയേ ഉള്ളൂ ഇവിടെ. അതിനു മുമ്പ് ഗുരുവിന്റെ ചില്ലറ പണിയൊക്കെ തീർക്കും. ആ ലോറൻസോടൊന്ന് വരാൻ പറയണം. ഇപ്പൊ തന്നെ പറയാം. കടല് കോള് കൊള്ളുന്നതിന് മുമ്പ് ഇവിടെ വിടണം. നമുക്ക് പോവാം. നോക്കൂ, ഇന്നലെ രാത്രി പൂരമായിരുന്നു കടപ്പുറത്ത്. അയാൾ എത്തിയിട്ട് ഒരു ദിവസം കൂടി ആയില്ല. നിനക്കെന്ത് വേണം? 6-7 മാസം കടലിലെ യാത്ര കഴിഞ്ഞ് കരയിലെത്തുന്നവരവര്. നീ നിന്റെ പാട് നോക്ക്. വാ. ആന്റണി ചേട്ടനോ? ഞാൻ കണ്ടില്ല. ആരണ്ട് നേരെ പോയി കിടന്ന് ആരും കാണില്ല. രണ്ടെണ്ണം വിട്ടോണ്ട് കിടന്ന ഏത് എണ്ടിയും കാണാം. പോട്ടെ പോട്ടെ. ചേട്ടനെങ്ങോട്ടാ? കടപ്പുറത്ത് ഒരാള് കാണാൻ നിൽപ്പുണ്ട്. ഞാൻ അവളെ കാണാൻ പോവാ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കടപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു, ഞാൻ കാണാൻ പോകുന്നെന്ന്. അഥവാ ഞാൻ കാണാൻ പോകുന്നു. ആ വണ്ടി വിടറോ? വിടറോ? ആ സ്റ്റാർട്ട്. പെട്രോളാ പെട്രോളൊക്കെ പോട്ട് പോട്ടും. ആന്റണി ചേട്ടനെ ഈ രൂപത്തിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാ. എന്താ എന്നെ ആദ്യമായി കാണും പോലെ? ഇപ്പൊ നിന്നെ കാണാൻ നല്ല ചന്തമായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് കല്യാണം കഴിക്കാം. നല്ല രംഗം. താനൊന്ന് നന്നായിട്ടുണ്ടല്ലോടോ. ഇപ്പൊ കീടമടിയൊന്നും പഴയതുപോലെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്ത് ചെയ്യാം? എല്ലാം സുഹൃതം. അല്ല എന്താ പറയാ?
പ്രാവശ്യം വരാനെന്താ താമസിച്ചേ? പോലീസുകാർ 4 പ്രാവശ്യം വന്ന് വീട് മുഴുവൻ തപ്പി. എന്നിട്ട് ഇവിടെ എന്നാ ഉള്ളത്? കള്ളക്കടത്താണേലും കാക്കയ്ക്ക് കണക്ക് തെറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തൻ ഒറ്റ കൊടുത്തത് കൊണ്ട് അകപ്പെട്ടു പോയെ. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെ. എങ്കിലും ഞാനത് മറന്നിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അവിടുത്തെ കച്ചവടമൊക്കെ മതിയാക്കി നമുക്കിവിടെ നിൽക്കവിടെ. കച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസം നമ്മൾ തീർത്തതാണ്. അതിന് കാക്കയെ നിനക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് നിന്നിലേക്ക് നിന്റെ കഥ ഞാൻ കഴിക്കും. ഉമ്മാക്കിയാക്കാതെ പോടോ. അവിടെ ഇരിക്കുന്ന ഒഴിഞ്ഞ തോടക്കൊപ്പിടിങ്ങെടുത്തു. ഞാനൊന്ന് തൊട്ടാ നിന്റെ കൂടും കുളികൊക്കെ പൊട്ടുവോ? പൊട്ടിയ എളുപ്പമാ. അത് നിന്റെ തന്തയോട് പറഞ്ഞാ മതി. എന്താണ് പറഞ്ഞേ? ഒന്നുകൂടെ പറയാ. എന്താണ് പറയാ? നിന്നെ ഞാൻ അങ്ങോട്ട് നിർത്താൻ. ദൈവമേ, ദിവസങ്ങളാവുമ്പോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കളയൂലേ? നോ നോ, സ്ഥലത്തില്ലാത്തവർ വന്നു ചേരുന്ന അവസരമല്ലേ. എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താ മാർഗമെന്നാ അവരുടെ ചിന്ത. ഇനിയിപ്പോ ഇടവക്കാരേക്ക് അറിയിക്കണ്ട വെച്ചു. അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഓ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനും പറയണ്ട. ആളെത്തി. ഒളിഞ്ഞു കേൾക്കുക മുഴുവൻ. ഇവിടെ വാ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുതിർന്നവർ തമ്മിൽ തീരുമാനിക്കും. മനസ്സിലായോ? മനസ്സിലായി. ക്രിസ്മസ് വരെ കാത്തിരിക്കാൻ നിനക്ക് ക്ഷമയുണ്ടാവില്ല.